ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. കൊട്ടാരക്കര നീലേശ്വരത്തായിരുന്നു അപകടം. മണ്ണ് കയറ്റി വന്ന ലോറി അമിത വേഗതയിൽ ഇറക്കമിറങ്ങി വരുമ്പോൾ ബൈക്കിലിടിച്ച ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൊട്ടാരക്കര നീലേശ്വരത്താണ് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരാണ് അപകടത്തിൽ മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ഉടുവട്ടൂർ സ്വദേശി ഹരിലാൽ, കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിബ്, KSRTC ജീവനക്കാരനായ അജയനാചാരി എന്നിവരാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. മണ്ണ് കയറ്റി വന്ന ലോറി അമിത വേഗത്തിൽ ഇറക്കമിറങ്ങി വരുമ്പോൾ ബൈക്കിലിടിച്ച ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. രാവിലെ കറക്റ്റ് 7:10 ശ്രീവത്സവം എന്ന വണ്ടിക്കകത്ത് പോകാൻ വേണ്ടി ഇവിടെ നിന്ന യാത്രക്കാരാണ് ഈ എല്ലാവരും അപകടത്തിൽപ്പെട്ടത്. പിന്നെ 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ബൈക്കുകാരനും ഒന്ന് ടിപ്പറുകാരനും, ബാക്കി 4 പേരും ഈ ബസ്സിൽ കയറാൻ വന്ന ആൾക്കാരാണ്. ഞാൻ നോക്കിയപ്പോൾ ഒന്ന് തലമുക്ക് നോക്കിയപ്പോഴത്തെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നവരാരും കാണുന്നില്ല. ഒരു ടിപ്പർ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നു. എന്തോ സംഭവിച്ചെന്ന് എനിക്കും അറിയത്തില്ല. നമുക്കത് പ്രതീക്ഷയില്ലല്ലോ. 15 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. 15 പേര് കുറയത്തില്ല. കാരണം ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ ഇവിടെ 10-12 പേരെ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ തിരച്ച് ഇന്ന് ആള് കൂടുതലാണല്ലോ. മറ്റേ സ്കൂൾ തുറന്നുകൊണ്ട് പിള്ളേർ കൂടുതലാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ തലമൊക്കെ നോക്കിയപ്പോൾ ടിപ്പർ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നു. കുറച്ച് പുകയല്ല ഇവിടെ വരുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കൊടുത്തു. അപ്പോഴേ നോക്കിയപ്പോൾ 2 പയ്യന്മാർ ഇവിടെ. അപ്പം എന്തോ സംഭവിച്ചത് നോക്കിയപ്പോൾ ചെല്ലിയുടെ മണ്ണിലടിയിലായിപ്പോയി. ഈ മതിലിൽ നിന്ന് വീഴുന്ന ആ മണ്ണെല്ലാം മണ്ണിലടിയിലായിപ്പോയി. പിന്നെ ഞങ്ങൾ കൈ കൊണ്ടുള്ള മാന്തി പിന്നെ അവിടുന്ന് ഒരു ഇത് മമ്മട്ടിയൊക്കെ എടുത്ത് അതൊരു വല്ലാത്ത പരുവത്തിൽ അവർ 2 പേര് കയറ്റപ്പോൾ ഞാൻ പറഞ്ഞ് ആൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ടിപ്പർ ഇവിടെ മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആർക്കും കാണാൻ പറ്റുന്നില്ല. അപ്പുറത്ത് ഉടനെ പറഞ്ഞ് അപ്പുറത്ത് ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മറ്റുള്ളവരെ കയറ്റാൻ വിട്ടു. അപ്പൊ സ്കൂളിലെ മറ്റേ ഇവിടുത്തെ സ്കൂളിന്റെ പയ്യൻ ഒരു കാരണത്ത് കയറ്റി കൊണ്ടുപോയി. പിന്നെ ഒരാൾ ആട്ടോയിൽ കൊണ്ടുപോയി. ഒരു ബൈക്കിനകത്ത് ആരോ 2 ചെറുപ്പക്കാർ വന്ന് ബൈക്ക് എന്റെ അടി കയറപ്പോ ഞങ്ങള് എടുത്ത് മൂത്ത് വെച്ചു. അമ്മരെ തോന്നുന്നു 2 മരിച്ചുപോയി. അപ്പോഴേ മരിച്ചത്. ബൈക്ക് ഇനി ഇങ്ങനെ വന്നയാണോ എങ്ങനെ വന്നയാണോ അറിയില്ല. ബൈക്ക് എന്റെ ഒരു തകരപ്പാട്ടയുടെ അടി കിടന്നയാ. ഈ ബസ് കൊട്ടാരക്കര എവിടുന്ന് വരുന്നത്? കൊട്ടാരക്കര. കുശാൽ, ഋഷഭ് ബോബൻ, നവനീത്, ജിബിമോൾ, ടിപ്പർ ഡ്രൈവർ ചവറ സ്വദേശി നിസാം എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ലോറിയിലുണ്ടായിരുന്ന മണ്ണ് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നവരുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. ഇതിനു പുറമെ തകർന്ന ബസ് സ്റ്റോപ്പിന്റെയും മതിലിന്റെയും അവശിഷ്ടങ്ങളും ആളുകളുടെ മേളിലേക്ക് പതിച്ചു. ബസ് കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും ആളുകൾ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. 15ഓളം പേർ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ബസ് വരാൻ വൈകുകയും ചെയ്തു. ആൺകുട്ടികൾ നിന്നിരുന്ന ഭാഗത്തേക്കാണ് ടിപ്പർ ലോറി ഇടിച്ചു കയറിയത്. ലോറിയുടെ അമിത വേഗതയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് പോലീസും ജില്ലാ കളക്ടറും അറിയിച്ചു. അപകടത്തിൽ പരിക്കേറ്റവർക്കായി ആശുപത്രികളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിച്ചതായി മന്ത്രി കെ മുരളീധരനും അറിയിച്ചു. അതേസമയം അപകടത്തിൽ കർശന നടപടിക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ടിപ്പർ ഉടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ കേസെടുക്കും. വിശദമായ റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു കൊല്ലം RTOയ്ക്ക് നിർദ്ദേശം നൽകി. ടിപ്പർ ഓടുന്നതിന് നിരോധനമില്ലാത്ത സമയത്താണ് അപകടമുണ്ടായതെങ്കിലും അമിത വേഗത്തിന് കേസെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.